സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരായ അതിക്രമ ശ്രമത്തിൽ പ്രതിഷേധവുമായി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ. സുപ്രീം കോടതിക്ക് മുന്നിലാണ് പ്രതിഷേധം. ജുഡീഷ്യറിക്കും ഭരണഘടനയ്ക്കും നേരെയാണ് അക്രമമെന്ന് അഭിഭാഷകർ പറഞ്ഞു. സ്വാഭാവികമായും കേസെടുക്കേണ്ട എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അദ്ദേഹം ആ ഇൻസിഡന്റ് ഒരു വിക്ടിമാണ്. സ്വാഭാവികമായും ഒരു വിക്ടിം എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഹംബിൾനെസ് ആണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇത് BR ഗവായ് എന്ന് പറയുന്ന ഒരു ജഡ്ജിന് നേരെയുള്ള ആക്രമണമായിട്ടല്ല, ഇത് ഇന്ത്യൻ ജുഡീഷ്യറിക്കെതിരെയുള്ള ആക്രമണമാണ്, ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരെയുള്ള ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരം അക്രമങ്ങൾക്ക് മുതിരുന്ന ആളുകൾ ചോദ്യം ചെയ്യുന്നത്, അവർ വെല്ലുവിളിക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയെയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെയും ഭരണഘടനയുമാണ്. അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്ന് തന്നെയാണ് ലോയേഴ്സ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. അതേസമയം അതിക്രമശ്രമത്തെ ന്യായീകരിക്കുകയാണ് ഷൂ എറിഞ്ഞ അഭിഭാഷകൻ രാകേഷ് കിഷോർ. തന്റെ പ്രവൃത്തിയിൽ ഒട്ടും ഖേദമില്ല എന്ന് രാകേഷ് കിഷോർ 24-നോട് പറഞ്ഞു. तो उसके खिलाफ उन्होंने याचिकाकर्ता से कहा कि जाओ और उस मूर्ति से ही कहो कि वो कुछ करे. तो ये मजाक था. उस मूर्ति से ही प्रेयर करो, मैं तुम्हें कुछ नहीं करने वाला, मैं कोई ऑर्डर पास नहीं करूँगा, वहीं जाके मेडिटेट करो. तो ये मुझे भी लगा ये मजाक है. और फिर बाद में मुझे जो आगे आई that your act have damaged the dignity of the courtroom. किसी की कोई डिग्निटी कहीं कोई अफेक्ट नहीं हुई, सब अपनी अपनी जगह पे ठीक है. പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെയുണ്ടായ അതിക്രമം, അതിനെതിരെ രാജ്യവ്യാപകമായി തന്നെ ഈ സംഭവത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇന്ന് രാവിലെ അഭിഭാഷകർ സുപ്രീം കോടതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ ഇന്ന് അല്പസമയം മുമ്പാണ് ഈ രാകേഷ് കിഷോർ താമസിക്കുന്ന മയൂർ വിഹാറിലെ റിവർ വ്യൂ അപ്പാർട്ട്മെന്റ്സിന് മുന്നിൽ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടായത്. ഏറെ നേരം പ്രതിഷേധക്കാർ ഇവിടെ പ്രതിഷേധിച്ചു. പ്രധാനമായും ഉന്നയിച്ച മുദ്രാവാക്യം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് എതിരായ ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇത് രാജ്യം അംഗീകരിക്കില്ല, രാജ്യം സഹിക്കില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രതിഷേധക്കാർ ഇവിടെ നിന്നും നീങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലീസിനെ ഉൾപ്പെടെ വിന്യസിച്ച് ഈ വീടിന് സമീപമുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ബാരിക്കേഡുകൾ ഉൾപ്പെടെ ഇവിടെ നിരത്തിയിട്ടുണ്ട്.